ഹലോ ഓൾ, സൈലം IASൻ്റെ ഫ്രീ മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാമായ കൂടെ ഇന്ന് ഫസ്റ്റ് ഡേ ആയിരുന്നു. ഭയങ്കര ഓവർവെൽമിങ് ആയൊരു റെസ്പോൺസാണ് നമുക്ക് കിട്ടിയത്. 100 മുകളിൽ ആൻസേഴ്സ്. നമ്മുടെ ക്വസ്റ്റ്യൻ പോസ്റ്റ് ചെയ്യുന്ന ടൈം 8 മണിയാണ്. 8 മണിക്ക് ശേഷം ഒരു വിത്തിൻ 1 അവർ തന്നെ ഏകദേശം 100ഓളം ആൻസേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ആദ്യം സബ്മിറ്റ് ചെയ്ത അറൗണ്ട് 30-40 ഓളം കുട്ടികൾക്ക് നമ്മൾ ഇൻഡിവിജ്വൽ ഫീഡ്ബാക്ക്സ് ഇന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇൻഡിവിജ്വൽ ഫീഡ്ബാക്ക്സ് കിട്ടാത്തവർ വിഷമിക്കേണ്ട, കുറച്ചും കൂടെ നേരത്തെ ആൻസേഴ്സ് സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫാക്കൽറ്റീസ്, നമ്മളിവിടുത്തെ മെൻറ്റേഴ്സ് ഡീറ്റെയിൽഡ് അനാലിസിസ് നിങ്ങളെ വിളിച്ച് ഇൻഡിവിജ്വലി പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം പേഴ്സണൽ മെൻറ്റർഷിപ്പ് ഇന്ന് കിട്ടാത്തവർ വിഷമിക്കേണ്ട. നിങ്ങളുടെ ആൻസേഴ്സ് ഇന്നത്തെ ഈ ക്ലാസ്സിൻ്റെ ഡിസ്കഷൻസൂടെ വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. നാളെ കുറച്ചുകൂടെ നേരത്തെ സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് ആർട്ട് ആൻഡ് കൾച്ചറിൽ നിന്നായിരുന്നു. ദ കോൺട്രിബ്യൂഷൻ ഓഫ് ജൈനിസം ഈസ് നോട്ട് ജസ്റ്റ് ലിമിറ്റഡ് ടു റിലീജിയസ് സ്ഫിയർ ബട്ട് എക്സ്റ്റെൻഡ് ടു എക്കണോമിക്, കൾച്ചർ ആൻഡ് പൊളിറ്റിക്കൽ സ്ഫിയർ ആസ് വെൽ. കമൻറ്റ്. അപ്പം ആൻസർ 1 മണിക്കുള്ളിൽ എഴുതി അയക്കാത്തവർ ഈ ക്വസ്റ്റ്യൻ ഒന്ന് കേട്ടിട്ട് എഴുതിയിട്ട് ഇന്നത്തെ ഈ അനാലിസിസുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അതും ഒരുപാട് ചേഞ്ച് നിങ്ങളുടെ ആൻസേഴ്സിൽ കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ക്വസ്റ്റ്യൻ്റെ അനാലിസിസിലേക്ക് കിടക്കാം. ചോദ്യം വളരെ സിമ്പിളാണ്. ജൈനിസത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് റിലീജിയസ് സ്ഫിയറിൽ മാത്രമല്ല ബട്ട് ഓൾസോ എക്സ്റ്റെൻഡ് ടു എക്കണോമിക്, കൾച്ചർ ആൻഡ് പൊളിറ്റിക്കൽ സ്ഫിയർ ആസ് വെൽ. കമൻറ്റ്. അപ്പോൾ നമ്മുടെ അനാലിസിസിൽ ഓരോ പാർട്ടും ഇൻട്രൊഡക്ഷൻ എങ്ങനെ വേണം, കണ്ടൻറ്റ് എങ്ങനെ വേണം, കൺക്ലൂഷൻ എങ്ങനെ വേണം, സാമ്പിൾ ഇൻട്രോസ്, നല്ലൊരു ഇൻട്രോ എങ്ങനെ ഇരിക്കണം, കുഴപ്പമില്ലാത്തൊരു ഇൻട്രോ എങ്ങനെയായിരിക്കും, ബെസ്റ്റ് ഇൻട്രോ എങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെ ഒരു ഹോൾ സ്പെക്ട്രം ഓഫ് ആൻസേഴ്സ്, ഇൻട്രോസ് നമ്മളിന്ന് ഈ ഡിസ്കഷനിൽ കാണിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ആൻസേഴ്സ് നിങ്ങൾ മാറ്റുക. അപ്പം ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഓൾറെഡി ആൻസർ ഡിസ്കഷൻ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ അറിയാമെന്ന് കാണിക്കുന്ന ഒരു കാര്യമായിരിക്കണം. നമുക്ക് ഈ ചോദ്യം എന്താണെന്ന് നമുക്കറിയാം. വി നോ അബൌട്ട് ഇറ്റ്, വി ഹാവ് റെഡ് അബൌട്ട് ഇറ്റ്, നമുക്കിതിനെപ്പറ്റി അറിയാം, നമ്മളിതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട് എന്ന് കാണിക്കുന്ന ഒരു ഡയറക്ഷണൽ ആൻസർ ആയിരിക്കണം ഇൻട്രോ എന്ന് പറയുന്നത്. എങ്ങോട്ടാണ് പോകേണ്ടത് നമുക്കറിയാം. ജൈനിസത്തിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള ഫാക്റ്റുകൾ എഴുതണം. അതിൻ്റെ കൂടെ തന്നെ ഈ ചോദ്യം എന്താ നമുക്കറിയാം. അതാണ് ഒരു ബെസ്റ്റ് ഇൻട്രോ എന്ന് പറയുന്നത്. നമ്മുടെ സാമ്പിൾ ആൻസറിലെ ഇൻട്രൊഡക്ഷനാണ്. ജൈനിസം എമേർജ് ഡ്യൂറിങ് 4th century BC. Jainism emerged during 4th century BC, was propounded by Mahavira as a reaction against Brahmanical supremacy and Varna system. 4th centuryയിൽ മഹാവീര പ്രപ്പോണ്ട് ചെയ്ത ജൈനിസം എന്ന് പറയുന്നത് ആക്ച്വലി ബ്രാഹ്മണിക്കൽ സുപ്രീമസി അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ റിച്വലിസത്തിനെതിരെയുള്ളൊരു റിയാക്ഷനായിരുന്നു. ഇതൊരു നല്ല ഇൻട്രോയാണ്. ഒരു നല്ല ഇൻട്രോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കണം. ബേസിക് ആയിട്ടുള്ള ഫാക്റ്റുകൾ, ആ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫാക്ച്വൽ കാര്യങ്ങൾ നമുക്ക് അറിയാമെന്ന് കാണിക്കുന്ന ഒരു ഇൻട്രൊഡക്ഷൻ. അത് നല്ലൊരു ഇൻട്രൊഡക്ഷനാണ്. ഇതിനെ കുറച്ചും കൂടെ ബെറ്റർ ആക്കണമെങ്കിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ട് ഇറ്റ് ടു ദ ക്വസ്റ്റ്യൻ്റെ കൂടെ കണക്ട് ചെയ്യുക. 4th centuryയിൽ മഹാവീരൻ പ്രപ്പോണ്ട് ചെയ്ത ബ്രാഹ്മണിക്കർ സുപ്രീമസിക്കെതിരെയുള്ള റിലീജിയനാണ് ജൈനിസം. അത് നല്ലൊരു ഇൻട്രോ. ഇത് ബെറ്റർ ആക്കണമെങ്കിൽ, ഇത് ബെസ്റ്റ് ആക്കണമെങ്കിൽ കണക്ട് ഇറ്റ് ടു ദ ക്വസ്റ്റ്യൻ. അപ്പം മഹാവീരൻ പ്രപ്പോണ്ട് ചെയ്ത 4th centuryയിൽ ബ്രാഹ്മണിക്കൽ സുപ്രീമസിക്ക് എതിരെ പ്രപ്പോണ്ട് ചെയ്ത ജൈനിസം എന്ന് പറയുന്ന റിലീജിയൻ, അത് റിലീജിയസ് സ്ഫിയറിൽ മാത്രമല്ല ഇന്ത്യൻ സൊസൈറ്റിയുടെ മൾട്ടിപ്പിൾ ആസ്പെക്ട്സിൽ, മൾട്ടിപ്പിൾ ഫെസറ്റ്സിൽ പല ചേഞ്ചസും കൊണ്ടുവരാനായിട്ട് ഈ റിലീജിയന് പറ്റി. അത് ജസ്റ്റ് റിലീജിയസ് സ്ഫിയറിൽ മാത്രമല്ല ഒതുങ്ങി നിന്നത്, പകരം ഇന്ത്യൻ സൊസൈറ്റിയുടെ മൾട്ടിപ്പിൾ ആസ്പെക്ട്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ഈ റിലീജിയന് സാധിച്ചു. അപ്പം ബേസിക് ആയിട്ടുള്ള ഫാക്ട്സുകൾ എഴുതുന്നത് നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആണെങ്കിൽ, ബെസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ബേസിക് ഫാക്ട്സ് പ്ലസ് ഇറ്റ് ഷുഡ് ബി കണക്റ്റഡ് ടു ദ ക്വസ്റ്റ്യൻ. ആ ചോദ്യവുമായിട്ട് കൂടി കണക്റ്റഡ് ആവണം. അപ്പം ഈ ഒരു ഇൻട്രൊഡക്ഷൻ ബെസ്റ്റ് ആക്കണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ ഇത് റിലീജിയസ് സ്ഫിയറിൽ മാത്രമല്ല മൾട്ടി ഫസറ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റിലും കൂടെ ഇത് കോൺട്രിബ്യൂഷൻസ് ചെയ്തു എന്ന് കൂടി ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ നല്ലതായിരിക്കും. 3 സെൻറ്റൻസിൽ തന്നെ നിർത്തുക. 4th century മഹാവീര ബ്രാഹ്മണിക്കൽ റിച്വലിസം, ബട്ട് it did not pertain to religious sphere alone. It had multiple contributions. ആ പാർട്ടും കൂടെ പറയണം. അപ്പം ഇന്നത്തെ
നമ്മുടെ വന്ന ക്വസ്റ്റ്യൻസിലെ ചില സാമ്പിൾ ഇൻട്രോസും കൺക്ലൂഷൻസും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാമേ. അപ്പം ഈ ഒരു ഇൻട്രൊഡക്ഷൻ, Jainism has deeply shaped Indian civilization. It started as a religious reform movement and quickly grew to shape India's society, economy and politics. ഇത് നല്ലൊരു ഇൻട്രൊഡക്ഷനാണ്. ഒരു റിലീജിയസ് റീഫോം മൂവ്മെൻ്റ് ആയിട്ടാണ് ജെയിനിസം തുടങ്ങിയത്. ബട്ട് ഇറ്റ് ഗ്രാജുവലി ഗ്രൂ ടു ഷേപ്പ് ഇന്ത്യ സൊസൈറ്റി, എക്കണോമി ആൻഡ് പൊളിറ്റിക്സ്. ഒരു റിലീജിയസ് റീഫോം മൂവ്മെൻ്റ് ആയിട്ട് തുടങ്ങിയെങ്കിലും അത് സൊസൈറ്റി, എക്കണോമിയും പൊളിറ്റിക്സിനെയൊക്കെ കോംപ്രഹെൻസീവായിട്ട് കവർ ചെയ്യുന്ന ഒരു ആസ്പെക്റ്റ് ആയിട്ട് മാറി. ഇത് നല്ലൊരു ഇൻട്രൊഡക്ഷനാണ്. പക്ഷേ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇതിൻ്റെ കൂടെ ബേസിക് ആയിട്ടുള്ള ഫാക്ട്സ് കൂടെ നിങ്ങൾ ആഡ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് മഹാവീരൻ എന്ന് പറയുന്ന തീർത്ഥങ്കരയാണ് ജൈനിസത്തിനെ കൊണ്ടുവന്നത്. 4th century BC അത് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബേസിക് ഫാക്ട്സും കൂടെ ആഡ് ചെയ്താലാണ് ഇത് ശരിക്കും നമുക്ക് നല്ല മാർക്ക് കിട്ടുന്നൊരു ഇൻട്രോ ആയിട്ട്, അല്ലെങ്കിൽ ഇമ്പ്രസീവായിട്ടൊരു ഇൻട്രോ ആയിട്ട് മാറ്റാൻ പറ്റുക. ബേസിക്കായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ കൂടെ ബേസിക് ഫാക്ട്സ് കൂടെ വന്നാൽ മാത്രമാണ് നല്ല മാർക്ക് എക്സാമിന് കിട്ടും. ഇപ്പം നേരത്തെ കാണിച്ച ഇൻട്രൊഡക്ഷൻ്റെ ഓപ്പോസിറ്റ് സ്പെക്ട്രത്തിൽ നിൽക്കുന്ന ഒരു ഇൻട്രൊഡക്ഷനാണിത്. ഈ ഇൻട്രൊഡക്ഷൻ വായിച്ചു നോക്കിയേ. ജൈനിസം ഈസ് നോട്ട് ജസ്റ്റ് ലിമിറ്റഡ് to religion in the contemporary world, but also significant in economic, cultural, political sphere with principles like ahimsa, aparigraha, anekhanandavada, etc. According to the recent study report by Ministry of Minority Affairs, the contribution of welfare in education is much higher. ജെയിൻസുകളുടെ കോൺട്രിബ്യൂഷൻ ഇൻ എഡ്യൂക്കേഷൻ ഇസ് മച്ച് ഹയർ ദാൻ അതർ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ്. അപ്പം ഇതിൻ്റെ അകത്ത് ഒരുപാട് കീവേഡുകൾ ജെയിനിസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫാക്റ്റുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ദ തിങ് ഈസ്, നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ട് ഇത് അടുത്ത് നിൽക്കുന്നില്ല. 2-3 കാര്യങ്ങളുണ്ട്. ഇപ്പം ഇതിൻ്റെ അകത്ത് ഒരുപാട് ഫാക്ട്സ് വന്നിട്ടുണ്ട്. റീസെൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ കോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ 10 മാർക്കിനൊരു ചോദ്യമാണ്. 10 മാർക്കിനൊരു ചോദ്യം എന്ന് പറയുമ്പം 2-3 ലൈനിൻ്റെ അപ്പുറം ഇൻട്രൊഡക്ഷൻ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ഡിസഡ്വാൻറ്റേജാണ്. വെറും 7 മിനിറ്റ് മാത്രമാണ് നമുക്ക് കിട്ടുന്നത് ഐഡിയലി. പക്ഷേ ആക്ച്വൽ എക്സാം ഹോളിൽ ക്വസ്റ്റ്യനൊക്കെ വായിച്ച് വരുമ്പോഴേക്കും നമുക്ക് ശരിക്കും എഴുതാൻ കിട്ടുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 6 മാർക്കായിരിക്കും. അപ്പോൾ 6 മാർക്കിൽ ഇത്രയും ഇൻട്രൊഡക്ഷൻ തന്നെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബേസിക് കണ്ടൻറ്റിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ 10 മാർക്കിൻ്റെ ചോദ്യം എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഒരു 10-12 പോയിൻ്റ് വരെ മൊത്തത്തിൽ എഴുതാൻ പറ്റിയ നല്ലതായിരിക്കും. പക്ഷേ ഇത്രയും വലിയൊരു ഇൻട്രൊഡക്ഷൻ വരുമ്പോഴേക്കും അത്രയും എഴുതാനായിട്ട് പറ്റില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഒരുപാട് കണ്ടൻ്റ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഇൻട്രൊഡക്ഷൻ എഴുതരുത്. ഇപ്പം ഈ കീവേഡുകളും കാര്യങ്ങളും ഒക്കെ ജെയിനിസവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ എന്താ പറയുക, വി ആർ ഓവർ ഡൂയിങ് ഇറ്റ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാമെന്ന് കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വം വെക്കുകയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചോദ്യം മനസ്സിലായി എന്ന് കാണിക്കാനാണ് ശ്രമിക്കേണ്ടത്. ആ ടോപ്പിക്കിനെ പറ്റി നമുക്ക് ഡീപ്പ് നോളജ് ഉണ്ടെന്നോ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഫാക്ട്സ് പഠിച്ചിട്ടുണ്ട് എന്നോ ഒന്നുമല്ല നമ്മൾ കാണിക്കേണ്ടത്. പകരം വി അണ്ടർസ്റ്റുഡ് ദ ക്വസ്റ്റ്യൻ, വി നോ ദ ബേസിക്സ് ഓഫ് ദ ക്വസ്റ്റ്യൻ. അതാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. 2-3 ലൈനുകൾ മാത്രം മതി. നേരത്തെ കണ്ടതുപോലെ 4th century തുടങ്ങിയത്, മഹാവീരനാണ് തുടങ്ങിയത്. അങ്ങനത്തെ ബേസിക് കാര്യങ്ങളാണ് വെക്കേണ്ടത്. അതാണ് ഏറ്റവും നല്ലത്. ജെയിനിസം മറ്റൊരു ഇൻട്രൊഡക്ഷനാണ്. ഇത് വന്ന നമ്മുടെ ആൻസേഴ്സിലെ മറ്റൊരു ഇൻട്രൊഡക്ഷനാണ്. ജെയിനിസം ഫൗണ്ടഡ് ബൈ മഹാവീര ഹാസ് സിഗ്നിഫിക്കൻ്റ്ലി ഇൻഫ്ലുവൻസ് ഇന്ത്യൻ സൊസൈറ്റി ബിയോണ്ട് റിലീജിയൻ. നല്ലൊരു ഇൻട്രൊഡക്ഷനാണിത്. മഹാവീരൻ എന്ന് പറയുന്ന സെയിൻറ്റ് കണ്ടുപിടിച്ച ജെയിനിസം, ഇറ്റ് ഹാഡ് സിഗ്നിഫിക്കൻ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ഇന്ത്യൻ സൊസൈറ്റി ബിയോണ്ട് റിലീജിയൻ. റിലീജിയൻ്റെ അപ്പുറത്തേക്ക് ഇന്ത്യൻ സൊസൈറ്റിയെ സിഗ്നിഫിക്കൻ്റായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ മഹാവീരന് കണ്ടുപിടിച്ച ജെയിനിസം എന്ന് പറയുന്ന റിലീജിയന് സാധിച്ചു. നല്ലൊരു ഇൻട്രൊഡക്ഷനാണ്. ഇതിനകത്ത് ബേസിക്കായിട്ട് ജെയിനിസം എന്ന് പറയുന്ന മഹാവീരനല്ല കണ്ടുപിടിച്ചത്. ആക്ച്വലി അത് എന്താ പറയുക, കമ്പയർ ചെയ്യുകയാണ് ചെയ്തത് മഹാവീരൻ. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില സാധനങ്ങളുണ്ട്. പക്ഷേ ആ ഒരു സ്പിരിറ്റ് അത് റൈറ്റ് ഡയറക്ഷനിലാണ്. ഓക്കെ, മഹാവീരൻ പ്രപ്പോണ്ട് ചെയ്ത ജെയിനിസം എന്ന് പറയുന്ന ഒരു ഐഡിയ അത് റിലീജിയൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് സ്ഫിയറിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇപ്പം ബേസിക്കായിട്ടുള്ളൊരു 1-2 ഫാക്ടറും കൂടെ വന്നിരുന്നെങ്കിൽ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ബെസ്റ്റ് ആയേനെ. 2 സെൻറ്റൻസേ ഉള്ളൂ, സംഭവം അറിയാം. പക്ഷെ കുറച്ചും കൂടെ ബേസിക് കണ്ടൻറ്റ് വന്നിരുന്നെങ്കിൽ ഇൻട്രൊഡക്ഷൻ വുഡ് ഹാവ് ബീൻ മച്ച് ബെറ്റർ. പക്ഷേ ഈ ഒരു രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. വളരെ സിമ്പിളായിരിക്കണം, ബേസിക്കാണ് കവർ ചെയ്യേണ്ടത്.
അതിൻ്റെ നമ്മൾ തെറ്റുകളൊന്നും പറയരുത്, ചോദ്യം മനസ്സിലായി എന്ന് വളരെ ക്ലാരിറ്റിയോടെ കാണിക്കുക. ഓക്കെ, ഇപ്പം ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ 4th century BC എന്നുള്ള വളരെ ട്രിവിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മളത് അവിടെ നിന്ന് ഓർത്തെടുക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ എന്നാൽ പോലും നമ്മൾ വറീഡ് ആവണ്ട, ബേസിക് ആയിട്ടുള്ളത് അറിയാമെന്ന് വേറെയും രീതിയിൽ നമുക്ക് കാണിക്കാം. അപ്പം ഇത്രയും പറഞ്ഞതിൽ നിന്നും വിഭിന്നമായിട്ടുള്ളൊരു മറ്റൊരു ഇൻട്രൊഡക്ഷനാണ് നമ്മളിപ്പം ഈ കാണുന്നത്. ജൈനിസം emerged as a heterodox belief system post-Vedic period, countering orthodox beliefs. ഇങ്ങനെ അന്ന് ഉണ്ടായിരുന്ന ഹെറ്ററോഡോക്സ് ബിലീഫ് സിസ്റ്റത്തിനെ പോസ്റ്റ് വേദിക് ടൈമിൽ കൗണ്ടർ ചെയ്യാൻ വേണ്ടി വന്ന ഒരു ഓർത്തഡോക്സ് സിസ്റ്റമാണ് ജൈനിസം എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ ക്വസ്റ്റിനും കൂടെ കണക്റ്റഡ് ആയിരുന്നെങ്കിൽ ഇതും നല്ലൊരു ഇൻട്രോ ആയേനെ. ജൈനിസം, the heterodox belief system that emerged during the post-Vedic period for countering the orthodox beliefs actually influenced Indian society in multiple ways. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടെ ബെറ്റർ ആയേനെ. നമുക്കിനി ബേസിക് കണ്ടൻറ്റിലേക്ക് കടക്കാം. അപ്പോൾ ബേസിക് കണ്ടൻറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും കൂടെ ഒന്ന് അതിനെ ഒന്ന് അനലൈസ് ചെയ്ത് ഒരു ക്ലാരിറ്റി കൊണ്ടുവരാമേ. ക്വസ്റ്റ്യനിലെ എല്ലാ പാർട്ടും നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ആ ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ നമ്മുടെ ആൻസർ എത്ര പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം എന്നൊരു ഐഡിയ വരണം. കാരണം നമ്മുടെ സമയം ഒട്ടും കാണില്ല, 6 മിനിറ്റ് മാത്രമാണ് ഇനി കാണുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എത്ര പാർട്ടായിരിക്കും നമ്മുടെ ആൻസറിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നതെന്നൊരു ഐഡിയ വന്നിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ ഈ ചോദ്യത്തിൽ തന്നെ അത് റിലീജിയസ് സ്ഫിയറിൽ മാത്രമല്ല, റിലീജിയസ് സ്ഫിയറിലെ കോൺട്രിബ്യൂഷൻ, എക്കണോമിക് സ്ഫിയറിലെ കോൺട്രിബ്യൂഷൻ, കൾച്ചർ, പൊളിറ്റിക്കൽ, ഈ 4 ഹെഡിങ് ഐഡിയലി നമ്മുടെ ആൻസറിൽ വരണം. കാരണം ചോദ്യം അതിനെപ്പറ്റി പറയുന്നുണ്ട്. റിലീജിയസ് സ്ഫിയറിൽ മാത്രമല്ല, എക്കണോമിക് സ്ഫിയറിൽ, കൾച്ചർ സ്ഫിയർ, പൊളിറ്റിക്കൽ സ്ഫിയറിൽ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം ആ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ക്ലാരിറ്റി തന്നെ കാണിക്കണം. റിലീജിയസ് സ്ഫിയറിലെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു, എക്കണോമിക് സ്ഫിയറിലെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു, കൾച്ചർ സ്ഫിയറിലെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു, പൊളിറ്റിക്കൽ സ്ഫിയറിലെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു, അങ്ങനെ നമ്മൾ എഴുതണം. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിലിംസ് പോലെ തന്നെ ഫാക്ട്സിനല്ല മെയിൻസിന് ഇമ്പോർട്ടൻസ്, നമ്മുടെ അനാലിസിസും നമ്മുടെ സിമ്പിളായിട്ടുള്ള തോട്ടുകൾക്കുമാണ്. നിങ്ങൾ അഡോപ്റ്റ് ചെയ്യേണ്ട ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ആലോചിച്ച് ആൻസറുകൾ എഴുതുക. നിങ്ങളുടെ കയ്യിലുള്ള ഫാക്റ്റുകളെന്ന് പറയുന്നത് നമ്മൾ ഈ എഴുതുന്ന ആൻസേഴ്സിനെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഞാൻ ഒന്നുകൂടെ പറയാം. മെയിൻസിനൊരു ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആലോചിച്ച് അതിൽ നമുക്കറിയാവുന്ന ഫാക്റ്റുകളോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ആ കണ്ടൻറ്റോ ഒന്നുമല്ല എഴുതി വയ്ക്കാൻ ശ്രമിക്കേണ്ടത്. ചോദ്യം വായിച്ച് ടു ദ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ആ നമ്മൾ ആൻസർ ചെയ്യുന്ന ടു ദ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന വളരെ സിമ്പിളായിട്ടുള്ള ആ ഒരു സെൻറ്റൻസിനെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ നമ്മൾ ഫാക്ട്സ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പം ഞാൻ സിമ്പിളായിട്ട് ഇതിലൊരു പാർട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കാം. ഇപ്പം ജൈനിസത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് റിലീജിയസ് സ്ഫിയർ, ജൈനിസത്തിൻ്റെ റിലീജിയസ് കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു എന്നാണ് ഫസ്റ്റ് പാർട്ട്. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ആലോചിക്കുക, എങ്ങനെയാണ് ജൈനിസം റിലീജിയസ് കോൺട്രിബ്യൂഷൻ നടത്തിയത്. റിലീജിയസ് സ്ഫിയറിലെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോഴേക്കും സെക്യുലാറിസത്തിനെ അവർ പ്രൊമോട്ട് ചെയ്തിരുന്നു. ജൈനിസം ആക്ച്വലി പ്രൊമോട്ടഡ് സെക്യുലാറിസം, ദേ പ്രൊമോട്ടഡ് സെക്യുലർ തോട്ട്സ്. അതൊരു പോയിൻ്റാണ്. ജൈനിസം എന്ന് പറയുന്നത് ഇറ്റ് ഓഫേർഡ് എ സിമ്പിൾ വേ ഓഫ് സാൽവേഷൻ. ഒരു സിമ്പിൾ വേ ഓഫ് സാൽവേഷനാണ് അവർ പ്രൊമോട്ട് ചെയ്തിരുന്നത്. ഡൈവേഴ്സിറ്റി ഓഫ് വ്യൂസിനെ അവർ എംബ്രേസ് ചെയ്തിരുന്നു. പല പല ഐഡിയാസിനെ അവർ പ്രൊമോട്ട് ചെയ്തിരുന്നു, എംബ്രേസ് ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ചിന്തിച്ചെഴുതുക. പക്ഷേ ഇങ്ങനെ മാത്രം എഴുതിയ മാർക്ക് വരില്ല. നമ്മളിതിനെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഫാക്ട്സുകൾ വെച്ച് കണക്ട് ചെയ്യുക. ഇപ്പോൾ ഡൈവേഴ്സിറ്റി ഓഫ് വ്യൂസ്, എക്സാമ്പിൾ ദ ഐഡിയ ഓഫ് അനേകാനന്ദവാദ. Example, Aneganandavada, idea of Aneganandavada. They promoted diversity of views. Example, the idea of Aneganandavada. ഇപ്പോൾ സെക്യുലാരിസത്തിനെ പ്രൊമോട്ട് ചെയ്തിരുന്നു.
എക്സാമ്പിൾ ആലോചിച്ച് നോക്കുക. ഇപ്പം സംഘാസിൽ ഓൾ കാസ്റ്റ് ഗ്രൂപ്പ് വർ അക്സെപ്റ്റഡ് ഇൻ സംഘാസ്. ജെയിൻ സംഘാസിൽ എല്ലാ കാസ്റ്റ് ഗ്രൂപ്പുകളെയും അക്സെപ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ആൻസർ എഴുതാനായിട്ട്. വളരെ സിമ്പിളായിട്ട് പോയിന്റുകൾ കൊണ്ടുവരിക. അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ നമ്മൾ ഫാക്ട്സ് ഉപയോഗിക്കത്തുള്ളൂ. ഇപ്പം ഒരു സബ് ഹെഡിങ്ങിൽ നമ്മളൊരു 5 പോയിൻറ്റ്, ഒരു 5 പോയിൻറ്റ് ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ടു ദ ക്വസ്റ്റ്യൻ 5 പോയിൻറ്റ് എഴുതുകയാണെങ്കിൽ 2-3 പോയിൻറ്റിനെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ സംഘാസ് അല്ലെ അനേകാനന്ദവാദാസ് അങ്ങനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട്, അങ്ങനെ ഫാക്ട്സ് വെച്ച് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയാണ് ഒരു നല്ല ആൻസർ വരുന്നത്. ഇനി നമുക്ക് മെയിൻ കണ്ടൻറ്റിലേക്ക് കടക്കാം. ഇതേ രീതി തന്നെയാണ് കഴിവതും എഴുതാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ഫിലോസഫിക്കൽ കോൺട്രിബ്യൂഷൻസ്. ദേ എംഫസൈസ്ഡ് ന്യൂ പ്രിൻസിപ്പിൾസ് ലൈക്ക് അനേകാനന്ദവാദ, അപരിഗ്രഹ എക്സെട്ര. അക്കോമഡേഷൻ ഓഫ് പീപ്പിൾ ഫ്രം ഓൾ കാസ്റ്റ്, എക്സാമ്പിൾ സംഘാസ്, അഡ്വക്കേറ്റഡ് അഗെയിൻസ്റ്റ് റിച്വലിസം ആൻഡ് ഐഡലേട്രി. ഇനി എക്കണോമിക് കോൺട്രിബ്യൂഷൻസ്, കൾച്ചറൽ കോൺട്രിബ്യൂഷൻസ്, പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻസ്. അപ്പം ഒരു കണക്ടർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ജൈനിസം ഈവൻ ദോ പ്രൈമർലി എ റിലീജിയസ് ട്രഡീഷൻ ഹാസ് മെയ്ഡ് സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻസ് അക്രോസ് എക്കണോമിക് പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ സ്ഫിയേഴ്സ്. ഇപ്പം ഇത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം മെയിൻസ് എഴുതിയ നല്ല മാർക്ക് കിട്ടിയ ഒരാളുടെ ആൻസറാണ്. നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേര് ആൻസേഴ്സ് എഴുതുന്നുണ്ട്. അപ്പോൾ അതിൽ നല്ലൊരു ആൻസർ ആണ് നമ്മൾ മോഡൽ ആൻസർ തരാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇപ്പം ഇവിടെ അങ്ങനെ ഒരു കണക്ടർ എഴുതാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷനിൽ കണക്ഷൻ കൊണ്ടുവന്നിട്ടില്ല. ജൈനിസം എമേർജ് ഡ്യൂറിങ് ദ 4th century വാസ് പ്രപ്പോണഡ് ബൈ മഹാവീര എഗെയിൻസ്റ്റ് ബ്രാഹ്മണിക്കൽ സുപ്രീമസി. ഇതിൻ്റെ അത് കണക്ഷൻ വരാത്തത് കൊണ്ടാണ് റിലീജിയസ് ആസ്പെക്റ്റ് കഴിഞ്ഞിട്ട് ഒരു കണക്ഷൻ ഈ എഴുതിയിരിക്കുന്ന ആൾ വെച്ചിരിക്കുന്നത്. എങ്കിലേ നമുക്ക് ആൻസറിനൊരു ഫ്ലോ വരത്തുള്ളൂ. എക്കണോമിക് കോൺട്രിബ്യൂഷൻസ് പ്രൊമോട്ടഡ് സോഷ്യൽ ആൻഡ് എക്കണോമിക് മൊബിലിറ്റി ഓഫ് ഓൾ കാസ്റ്റ് ആൻഡ് ക്ലാസസ്. വളരെ സിമ്പിളായിട്ട് എഴുതുക. എമർജൻസ് ഓഫ് മിഡിൽ ക്ലാസ്, എക്സാമ്പിൾ വൈശ്യാസ് ഗെറ്റിംഗ് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ സിമ്പിളായിട്ട് എഴുതുക, അതിനെ നമുക്കറിയാവുന്ന ഫാക്ട്സുകൾ വെച്ച് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക. പ്രൊമോഷൻ ഓഫ് ട്രേഡ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ്. കാരണം എന്താ, അഗ്രികൾച്ചർ എന്ന് പറയുന്നത് അതൊരു പീസ്ഫുൾ വർക്കായിട്ട് അവർ കണ്ടിട്ടില്ല. അതുകൊണ്ട് ദേ പ്രൊമോട്ടഡ് ട്രേഡ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ് എസ്പെഷ്യലി ഇൻ സ്റ്റേറ്റ്സ് ലൈക്ക് ഗുജറാത്ത്, കർണാടക എക്സെട്ര. കൾച്ചറൽ കോൺട്രിബ്യൂഷൻസ് വേ ഓഫ് ലൈഫ് പ്രൊമോട്ടിംഗ് സെൽഫ്ലെസ്നെസ് ആൻഡ് മിനിമലിസം, എക്സാമ്പിൾ ദിഗംബര റിനൗൺസിംഗ് ദെയർ ക്ലോത്ത്സ്. ജെയിൻ സ്കോളേഴ്സ് ലൈക്ക് ഹേമചന്ദ്ര ഇളങ്കോവാടികൾ എൻറിച്ചിങ് ഇന്ത്യൻ ലിറ്ററേച്ചർ. ഇപ്പം കൾച്ചറൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ലിറ്റററി കോൺട്രിബ്യൂഷൻസ്, എക്സാമ്പിൾ ജെയിൻ സ്കോളേഴ്സ് ലൈക്ക് ഇളങ്കോവ, അതാണെങ്കിലും മതി. അപ്പം ഒരു അപ്രോച്ച് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ആ ഒരു രീതിയിൽ പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നമ്മൾ പോയിൻറ്റ്സ് ആലോചിക്കുക. ഫാക്ട്സിനെ പറ്റി പഠിച്ചിട്ടുള്ള കണ്ടൻറ്റിനെ പറ്റി ഒന്നും ചിന്തിക്കേണ്ട. ടു ദ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യുക. ഇപ്പം റിലീജിയസ് കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ആലോചിക്കുക. ഇപ്പം ഒരു പർട്ടിക്കുലർ സെക്റ്റ്, ഒരു പർട്ടിക്കുലർ ഐഡിയോളജി, റിലീജിയനിലേക്ക് കോൺട്രിബ്യൂഷൻ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും അതിൽ സാധാരണമായിട്ട് സംഭവിക്കുക? അതൊരു അൺകൺവെൻഷണൽ റിലീജിയൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് സെക്യുലറിസത്തിനെ പ്രൊമോട്ട് ചെയ്യുമായിരിക്കും, കാസ്റ്റ്ലെസ് ആയിട്ടൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുമായിരിക്കും, പുതിയ ഐഡിയോളജിക്കൽ സ്ട്രെൻസ് എന്തായാലും വരുമായിരിക്കും, നേരത്തെ ഉണ്ടായിരുന്ന റിച്വലിസ്റ്റിക് കോംപ്ലക്സിറ്റീസ് എന്തായാലും അവർ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ സിമ്പിളായിട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ പെർസ്പെക്റ്റീവിലൂടെ ചിന്തിക്കുക. കൾച്ചറൽ കോൺട്രിബ്യൂഷൻ, കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്റററി കോൺട്രിബ്യൂഷൻസ് വരും, അതുപോലെ തന്നെ അവിടുത്തെ ലാംഗ്വേജിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് വരുമായിരിക്കും. കൾച്ചർ എന്ന് പറയുമ്പോഴേക്കും ആർട്ടുണ്ട്, ആർക്കിടെക്ചറുണ്ട്. അപ്പോൾ അതിലൊക്കെ എന്താണ് ചെയ്തത്? അങ്ങനെ സിമ്പിളായിട്ട് ആലോചിച്ച് വളരെ ജേർണലിസ്റ്റിക് ആയിട്ടുള്ള പോയിന്റുകൾ വയ്ക്കുക. അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട് കീവേഡുകൾ യൂസ് ചെയ്യുക. പ്രൊമോഷൻ ഓഫ് വെർണക്കുലർ ലാംഗ്വേജസ്, പ്രാകൃത് ലാംഗ്വേജിൻ്റെ പ്രൊമോഷൻ ഇൻ ജെയിൻ അസംബ്ലീസ്. ആർക്കിടെക്ചറൽ മാസ്റ്റർ പീസസ്, എക്സാമ്പിൾ ശ്രാവണബെലഗോലയും ദിൽവാര ടെമ്പിൾസും. പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻസ്, ജെയിൻ ഫിലോസഫി അഡ്മിനിസ്ട്രേഷൻസിലേക്ക് ഇൻകൾക്കേറ്റ് ചെയ്യുന്നതായിട്ട് പലയിടത്തും നമുക്ക് കാണാനായിട്ട് സാധിക്കും. എക്സാമ്പിൾ ചന്ദ്രഗുപ്ത മൗര്യൻ ഒരുപാട് ജെയിൻ ടീച്ചിങ്സ് അഡോപ്റ്റ് ചെയ്തിരുന്നു. പൊളിറ്റിക്കൽ പാറ്റേണേജ്, ഹൊയ്സാലാസും രാഷ്ട്രകൂടാസും ഒക്കെയുള്ളവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജെയിൻ റിലീജിയനുമായിട്ട് വളരെ ഇൻ്റർട്വൈൻഡ് ആയിട്ടാണ് ജീവിച്ചിരുന്നത്. അപ്പം പൊളിറ്റിക്കലായി, കൾച്ചറലായി,
റിലീജിയസ് ആയി, എക്കണോമിക് ആയി. സിമ്പിൾ പോയിൻറ്റ്സ് വിത്ത് സബ്സ്റ്റാൻഷിയേഷൻ. ഇതാണ് നല്ലൊരു ആൻസർ എന്ന് പറയുന്നത്. കൺക്ലൂഷൻ. Thus, Jainism along with Buddhism has profoundly shaped India's socio-cultural, political and economic landscape. കൺക്ലൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ മെയിൻ കണ്ടൻറ്റിലില്ലാതിരുന്ന ഒരു ഹയർ അനാലിസിസ്, ഒരു ഹയർ റലത്തിലെ അനാലിസിസാണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെ പറയാതിരുന്ന ഒരു ഹയർ പെർസ്പെക്റ്റീവ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ജൈനിസം മാത്രമല്ലായിരുന്നു, ജൈനിസത്തിൻ്റെ കൂടെ തന്നെ ബുദ്ധിസം പോലുള്ള ഫിലോസഫീസിൻ്റെ കൂടെയാണ് നമ്മൾ ഈ കണ്ട സോഷ്യോ കൾച്ചറൽ, പൊളിറ്റിക്കൽ, എക്കണോമിക് കോൺട്രിബ്യൂഷൻസ് ആ കാലഘട്ടത്തിൽ സംഭവിച്ചിരുന്നത്. അതൊരു ഹയർ അനാലിസിസ് ആണ്. ഇപ്പോൾ ഇന്നത്തെ ആൻസേഴ്സ് അയച്ചിരുന്നതിൽ ഭയങ്കര ഇമ്പ്രസീവായിട്ട് ചില കൺക്ലൂഷൻസ് വന്നിരുന്നു. ഇപ്പം ഒരു ഉദാഹരണം ഇതാണേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും ജൈനിസം ഒരുപാട് രീതിയിൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്, ലൈഫ് ഫിലോസഫിയും അതേപോലെ തന്നെ വികസിത് ഭാരതിൻ്റെ ഫിലോസഫീസിൽ പോലും നമുക്ക് ഈ ജെയിൻ ഇൻഫ്ലുവൻസ്, ഈ ജൈനിസത്തിൻ്റെ സിമ്പിൾ വേ ഓഫ് ലിവിങ്ങും അതുപോലെ തന്നെ നോൺ മെറ്റീരിയലിസ്റ്റിക് ഐഡിയാസും ഒക്കെ കാണാനായിട്ട് സാധിക്കും. ഭയങ്കര നല്ലൊരു കൺക്ലൂഷനാണ്. കുറച്ചുകൂടി ഒരു റിഫൈൻമെൻറ്റ് വേണം കൺക്ലൂഷനിൽ, പക്ഷേ ഭയങ്കര നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ ഇതേ രീതിയിലുള്ള ഒരു കണ്ടംപററി, ഒരു ഹയർ അനാലിസിസ് ആണ് എപ്പോഴും കൺക്ലൂഷനിൽ നമ്മൾ കൊണ്ടുവരേണ്ടത്. ഇത് മറ്റൊരു ഇന്നത്തെ ആൻസേഴ്സിൽ വന്ന മറ്റൊരു ഇമ്പ്രസീവ് ആയിട്ടൊരു കൺക്ലൂഷനാണ്. നമ്മുടെ നാഷണൽ ഫ്രീഡം സ്ട്രഗിളിലെ ഈ സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻസ് മാത്രമല്ല, നമ്മൾ ഒന്നുകൂടെ ഒന്ന് ചൂടി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ ഫ്രീഡം സ്ട്രഗിളിൽ നമ്മൾ കണ്ട അഹിംസ, ട്രൂത്ത്, നാഷണൽ ഫ്രീഡം സ്ട്രഗിളിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് അഹിംസയും ട്രൂത്തും എന്നീ പറയുന്ന രണ്ട് ഫിലോസഫീസ് ആയിരുന്നു. ശരിക്കും ഇതുപോലും ഇന്ത്യൻ മെയിൻ സ്ട്രീമിൽ പ്രൊമോട്ട് ചെയ്തതിന് ജൈനിസത്തിന് ഒരു വലിയ റോളാണുള്ളത്. ഭയങ്കര ഇമ്പ്രസീവാണ് ആ കൺക്ലൂഷൻ. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ കൺക്ലൂഷൻസ് കൊണ്ടുവരേണ്ടത്. അപ്പം നിങ്ങളുടെ ആൻസേഴ്സ് ഈ പറഞ്ഞ രീതിയിലല്ലാന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലാക്കി മാറ്റിയൊന്ന് കൂടെ എഴുതാനായിട്ട് ശ്രമിക്കുക. നാളെ രാവിലെ 8 മണിക്ക് തന്നെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ പോസ്റ്റ് ചെയ്യും. ആ ടോപ്പിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചിട്ട് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യുക. പരമാവധി കുട്ടികൾക്ക് നമ്മൾ ഇൻഡിവിജ്വൽ മെൻറ്റർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു.